ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ അറിയാനായി ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഹിഡൻ സ്ട്രഗിൾസ്, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, അങ്ങനെ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതായത് എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജി കളക്റ്റീവായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നത് എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. കാര്യം എനിക്ക് വരും റീഡിങ്ങുകളിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അതിലൂടെ എനിക്ക് സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും അതുപോലെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ഗ്രോത്തിലേക്ക് പോകാനുള്ള തടസ്സം എന്താണെന്നും അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും ഒക്കെ നോക്കണം. അതുപോലെ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞ് തരാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്ന മാറ്റം എന്താണ്, ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ എന്നൊക്കെ നമ്മളിന്ന് നോക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് നോക്കാം, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ. ടാരോയോട് നമുക്ക് നിങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ശരിയായിട്ടുള്ള പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ശരിയായിട്ടുള്ള പേഴ്സണാലിറ്റി? ഈ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ പബ്ലിക്കിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡുകളിലൂടെ ടാരോ വ്യക്തമാക്കി തരാൻ പോകുന്നത്. വാട്ട് ഈസ് യുവർ റിയൽ പേഴ്സണാലിറ്റി? നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി എന്താണ്? നിങ്ങളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി എന്താണ്? നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? വാട്ട് ഈസ് യുവർ ട്രൂ പേഴ്സണാലിറ്റി? സോ നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ എന്താണ്? ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ എന്താണ്? അതൊരു മെൻ്റൽ സ്ട്രെസ് ആയിരിക്കാം, എന്തെങ്കിലും ഇമോഷണൽ വോൺസ് ആയിരിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. എന്താണെന്ന് ഇപ്പോൾ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരും. എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ? ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ചാലഞ്ച്, ജംപ്ഡ് ഔട്ട് കാർഡാണ്. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിലേക്ക് പോകുന്നതിനെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു സെൽഫ് ഡൗട്ടാണോ, എന്തെങ്കിലും പേടികളാണോ, എന്തെങ്കിലും ടോക്സിക് പാറ്റേൺസ് നിങ്ങൾ പേടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. ഓക്കെ. നിങ്ങളുടെ ഹിഡൻ പവർ എന്താണ്? മറ്റുള്ളവർക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ പോലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹിഡൻ പവർ എന്താണെന്ന് നോക്കാം. ഏത് സാഹചര്യത്തിലും നിങ്ങളെ വീഴാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഹിഡൻ പവർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്താണെന്ന് നോക്കാം. ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന, വളരെ പെട്ടെന്ന് വരാൻ പോകുന്ന ഒരു മേജർ ചേഞ്ച്, ഒരു വലിയ മാറ്റം, നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ പോകുന്ന ഒരു മേജർ ചേഞ്ച്, ഒരു വലിയ മാറ്റം എന്തായിരിക്കും? ഓക്കെ. സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി? ആളുകൾ കാണാത്ത നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്? 10 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാനസികമായിട്ടായിരിക്കും ഇന്നർ സ്ട്രഗിൾ എന്താണ്? നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ആ ഒരു കാര്യം ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്താണ്? ഓക്കെ. 4 ഓഫ് വാണ്ട്സ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചലഞ്ച് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ജംപ് ഔട്ട് കാർഡും പിന്നെ നമ്മളൊരു പിക്ക് ചെയ്ത ഒരു കാർഡും ഉണ്ട്. സോ 4 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്.
നിങ്ങളുടെ ഗ്രോത്തിനെ തടയുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ത്വരയെ തടയുന്നത് എന്താണെന്ന് നോക്കാം. ചാരിയറ്റ്. ഓക്കെ, നിങ്ങളുടെ ഹിഡൻ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണ്? 3 of Swords ആണ്. ഓക്കെ, ഈ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. Knight of Swords ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ മാറ്റം എന്താണെന്ന് നോക്കാം. ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റമാണ് Queen of Wands. ഓക്കെ, നമുക്കിത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് 6 of Cups എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. സോ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഹോൾ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ റൂട്ട്സിനെയൊക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ പൂർത്തിയാക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചെയ്യാൻ പറ്റിയില്ലല്ലോ, ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ കുറേ തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനാണെങ്കിലും പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു വിഷമം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ബേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ആയിരുന്നല്ലോ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ നിങ്ങൾ പലരെക്കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങളുടെ പല സാഹചര്യങ്ങളെക്കുറിച്ചും, നിങ്ങളുടെ പണ്ടത്തെ സാഹചര്യങ്ങൾ, നിങ്ങൾ ജീവിച്ച സാഹചര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ അടുപ്പമുണ്ടായിരുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ജീവിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഇത്രത്തോളം മാറിയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചിന്തകളാണ്. ഒരുപാട് സമയത്ത് ഇമോഷണൽ ആവാറുണ്ട് നിങ്ങൾ. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ പ്രസൻറ്റ് എനർജി അല്ല കേട്ടോ, നിങ്ങൾ ഒരു പാസ്റ്റ് എനർജിയാണ്. അതായത് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ റീഡിങ്ങിൻ്റെ ബേസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ബോട്ടം ഓഫ് ദി ഡെക്ക് അങ്ങനെയാണ്. സോ നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി, നിങ്ങളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി കിട്ടിയത് 10 of Swords ആണ്. നിങ്ങൾ പുറമേ ആളുകളോട് വളരെ നോർമലായിട്ട്, അതായത് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ ചതി നേരിട്ടിട്ടുള്ളവരാണ്. വേദനകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള, ഡീപ്പ് പെയിൻ പല കാര്യങ്ങൾ കൊണ്ടും വ്യക്തികളിൽ നിന്നായിരിക്കും കൂടുതൽ. സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, വ്യക്തികളിൽ നിന്ന് ഒരുപാട് ഡീപ്പ് പെയിൻ അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കും. പക്ഷെ നിങ്ങൾ പുറമേ നിങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ഒരു രീതിയിലേ ആയിരിക്കത്തില്ല. പല ബന്ധങ്ങളും നിങ്ങൾ ഇമോഷണലി അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഫാമിലി ലൈഫിൽ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും, നിങ്ങൾ ഓഫീസിലൊക്കെ എല്ലാവരുമായിട്ട് നല്ലതായിട്ട് ഇടപഴകുന്ന ആളാണ്, നോർമലാണ് ബിഹേവ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാറുണ്ടെങ്കിലും നിങ്ങൾ അവരുമായിട്ടൊക്കെയുള്ള ഇമോഷണൽ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ വളരെ വീക്കായിട്ടുള്ളൊരു വ്യക്തിയൊന്നും അല്ല. ഓക്കെ, അതായത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സർവൈവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾ ശരിക്കും എല്ലാം കൈവിട്ടു പോയി എന്നുള്ള രീതിയിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കും. അതായത് നമ്മൾ പറയില്ലേ, ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ടച്ച് ചെയ്തു എന്ന് പറയില്ല, എന്ന് പറഞ്ഞൊരവസ്ഥയിൽ ടച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനഃശക്തി കൊണ്ട് സഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇമോഷണലി വളരെയധികം കൈവിട്ടു പോകുന്നൊരു സ്റ്റേറ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ സാഹചര്യം കൊണ്ട്, നിങ്ങളുടെ പഴയ നല്ല കാലത്തെ നിങ്ങൾ ഓർക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ജീവിച്ച നല്ല സാഹചര്യത്തെ നിങ്ങൾ ഓർക്കുന്നത്, നല്ല ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ, അല്ലെങ്കിൽ നല്ല മാനസികമായിട്ടുള്ള നല്ലൊരു അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ച ഒരാളായിരിക്കും. സോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ പാസ്റ്റിനെ ഇങ്ങനെ ഓർക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഈ ഒരു വേദനകൾ സ്റ്റിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിരിക്കും, നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയൊരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, ആ ഒരു വ്യക്തിയെ നിങ്ങൾ പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളല്ല. നിങ്ങളുടെ സ്ട്രഗിൾ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള സ്ട്രഗിൾ ഇത് തന്നെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നിങ്ങൾ ഇത്രയും വേദനകൾ കൊണ്ട് നടക്കുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്, സന്തോഷം പുറമേ കാണിക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഹാപ്പി കാർഡാണ് ഇതല്ലേ, ഒരു സന്തോഷം എപ്പോഴും പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളെ ആളുകൾ കാണുക.
നിങ്ങൾക്ക് സമാധാനം വേണമെന്നുണ്ട്, ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെന്നുണ്ട്, സന്തോഷം വേണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇതൊന്നും കംപ്ലീറ്റ്ലി സെറ്റിൽഡ് അല്ല. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ഓക്കെ എല്ലാവരും കുഴപ്പമില്ല, നന്നായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി ലൈഫുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെ പുറമേ നിന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, അതായത് നല്ലൊരു ഫാമിലി ലൈഫ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇമോഷണലി അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ വാട്ടെവർ നിങ്ങൾ അനുഭവിക്കുന്ന എന്തായാലും നിങ്ങൾ പുറമേ ഹാപ്പി ആയിട്ട് കാണിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു ഹാപ്പി പ്ലേസിനെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അതായത് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തിയെയൊക്കെ. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു മിസ്സിങ് നിങ്ങളുടെ ലൈഫിൽ കിടപ്പുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പവർഫുൾ കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് ഒരു സ്ട്രഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പേടിയുണ്ട്. അതായത് പണത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര ഹെൽത്തി അല്ല എന്ന് വേണം കരുതാൻ. അതായത് നിങ്ങൾക്ക് പേടിയുണ്ട്, ഉള്ള പൈസയും കൂടെ ഇന്ന് നഷ്ടപ്പെട്ടു പോവോ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇങ്ങനെ ടൈറ്റ് ആക്കി പിടിക്കാനുള്ള ഒരു നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരിയായിട്ടുള്ള ക്യാരക്ടർ മറ്റുള്ളവർ അറിയാതെ, അതായത് നിങ്ങളെ അങ്ങനെ അറിഞ്ഞു വരുന്നവരായിരിക്കും നിങ്ങളെ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിലുള്ള എനർജീസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇമോഷണലി വളരെയധികം പ്രൊട്ടക്റ്റീവ് ആകാൻ ശ്രമിക്കാറുണ്ട്. കയ്യിലുള്ള പൈസ പിശുക്കി ചിലവാക്കുന്നുണ്ട്. അതായത് അത് കയ്യിൽ നിന്ന് പോകുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു തുടക്കം ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ ഇമോഷണലി, അതായത് ഇതൊരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ഒരേ സമയത്ത് സ്നേഹം ആഗ്രഹിക്കുകയും പക്ഷെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരു വ്യക്തി അത് അങ്ങനെ ശരിയായിട്ടുള്ള ഇമോഷണൽ ഒരു വ്യക്തിയാണോ, അങ്ങനെ ഒരു വ്യക്തി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും ഹേർട്ട് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇമോഷണലി ഓപ്പൺ ആവാൻ തയ്യാറാകുന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേടിയുണ്ട് അങ്ങനെ ഒരു കാര്യം. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ചില ഓൾഡ് പെയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പഴയ വേദനകളെ നിങ്ങൾ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്റ്റെബിലിറ്റി കൂടി നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നുണ്ടായിരിക്കും സാമ്പത്തികമായിട്ടൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു റിസ്ക് എടുക്കാനായിട്ട് വളരെയധികം പേടിയായിരിക്കും. നിങ്ങൾക്ക് എന്തോ പുതിയ കാര്യം വേണം എന്നുണ്ട്, പക്ഷേ നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷനെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്പീഡിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ആണ്. അതായത് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കണം മൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചില സമയത്ത് ചില റിസൾട്ട്സ് അങ്ങനെ കിട്ടണം എന്ന് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഡയറക്ഷൻ, അതായത് നിങ്ങളൊരു കാര്യം തുടങ്ങുന്ന രീതിയിലോ പുതിയൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ആ ഒരു ആഗ്രഹം നിങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഡയറക്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, രണ്ടും ചെയ്യാം എന്നൊക്കെയുള്ള ഡ്യുവൽ മൈൻഡിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. സോ അത് നിങ്ങളുടെ കൺട്രോളിനെ ശരിക്കും കളയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ശരിക്കും കൃത്യമായിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ഫോക്കസ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മനോനിയന്ത്രണം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. കൃത്യമായിട്ടൊരു തീരുമാനം എടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഡ്യുവാലിറ്റി വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു ടെൻഷൻ വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാതെ വരികയും ചെയ്യും.
സോ നിങ്ങൾ എത്രത്തോളം കൂടുതൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നോ, അതായത് അതിനെ അതിൻ്റെ വഴിക്ക് വിടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം എന്ന് ശഠിക്കുന്നോ, നിങ്ങൾ പറഞ്ഞ ഔട്ട്കം തന്നെ അതിന് വരണം എന്ന് ശഠിക്കുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഹിഡൻ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ പെയിനിൽ നിന്നുമാണ് നിങ്ങളുടെ പവർ വരുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഇപ്പോഴുള്ള എനർജി ആണെങ്കിലും ശരി, ഹാർട്ട് ബ്രേക്കിൻ്റെ ആണ്, നിങ്ങൾക്ക് വളരെയധികം വേദനകൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഈ ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അനുഭവിച്ച വേദന, നിങ്ങളുടെ ആ ഒരു ഇമോഷണലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേദനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. അതായത് ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, എന്നെ ഹർട്ട് ചെയ്ത ആളുകളുടെ മുന്നിലേക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ള ഒരു തോട്ട് വരാം. അതേ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അനുഭവിച്ച പെയിൻ മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ളൊരു പവറുണ്ട്. സ്വയം ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യിക്കാനും ഉള്ള ഒരു പവറുണ്ട്. നിങ്ങൾ ഒരു വലിയ ഇമോഷണൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു വലിയ ഇമോഷണൽ ഡ്രാമ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി തകർന്നു പോയി എന്ന് നിങ്ങൾ പോലും ചിന്തിക്കുന്ന ഒരു മൊമെൻറ്റിൽ നിന്ന് നിങ്ങൾ റൈസ് ചെയ്ത് വരും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കയറി വരും. നിങ്ങളെ അത് തകർത്ത് കളയും, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ കയറി വരും എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു വേദന നിങ്ങളെ കംപ്ലീറ്റ്ലി തകർത്ത് കളയുകയല്ല, ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഓവർ തിങ്കിങ് വളരെയധികം കൂടുതലാണ് നിങ്ങൾക്കിപ്പോൾ. അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലോട്ടുള്ള വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. പക്ഷേ ഈ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കണം. നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് അറിയാമെങ്കിലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുക, അല്ലേ? അല്ലാതെ നിങ്ങളിങ്ങനെ സ്വപ്നം കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. മാത്രമല്ല ആ ഒരു യാത്രയ്ക്ക് പോകാനുള്ള ധൈര്യം കൂടി നിങ്ങൾക്ക് വേണം. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക, ധൈര്യത്തോടെയും ക്ലാരിറ്റിയോടുകൂടിയും മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിപ്പോൾ തരുന്ന മെസ്സേജ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വളരെ ഇമ്പൾസീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എടുത്തു ചാടുക. ഓക്കെ, എടുത്തു ചാടാതിരിക്കുക കേട്ടോ. പല കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കുക. ആലോചിക്കുക, പക്ഷെ സ്റ്റക്കായി നിൽക്കരുത്. ഓവർ തിങ്കിങ് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ആലോചിക്കരുതെന്ന് ഈ ഒരു കാർഡ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ടത്, നിങ്ങളുടെ ശരിയായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് അറിയാം. ഇനി അതിനുവേണ്ടി ആക്ട് ചെയ്യുക എന്ന് മാത്രമാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു അപ്കമിങ് പെട്ടെന്ന് വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട്, അട്രാക്റ്റീവായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ്, നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഗ്ലോബ് മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ മാനസികമായിട്ട് അകമേ നിന്നും പുറമേ നിന്നും നിങ്ങൾ ഒരേ രീതിയിൽ മാറാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലുകളിൽ വ്യത്യാസം വന്നേക്കാം, നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് വ്യത്യാസം വന്നേക്കാം. നിങ്ങളുടെ ഉള്ളിലും പുറമേയും ഒരേ സമയത്ത് വലിയ മാറ്റങ്ങൾക്കായിരിക്കും സാധ്യത. ഓക്കെ, നിങ്ങൾ കൂടുതൽ ബോൾഡാകും, പേടിയില്ലാത്ത വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ എന്തിനൊക്കെയാണോ പേടിക്കുന്നത്, നൈറ്റ് ഓഫ് സോർട്സ് എന്നുള്ള ആക്ഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അതൊക്കെ പേടിയെല്ലാം മാറി നിങ്ങൾ വളരെ ബോൾഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആളുകൾ നിങ്ങളുടെ എനർജിയെ തിരിച്ചറിയാനും പോകുന്ന ഒരു സമയമായിരിക്കും. സോ നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ നിങ്ങളുടെ പുതിയൊരു വേർഷനിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ മാറ്റം. അതായത് ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നിങ്ങൾ നാച്ചുറലി ഇതെല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കടന്നു പോകുന്ന വേദന, നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു മാറ്റമാണ് ലൈഫിൽ കാണിക്കുന്നത്. ഈ 6 ഓഫ് കപ്സ് ബേസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്സിങ് മാറ്റി നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ കെട്ടിപ്പടുക്കാൻ പോവുകയാണെന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ,
സോ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറട്ടെ. നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.